ഹലോ, ഒരു തട്ടിക്കൂട്ട് അവിയലായാലോ? അതിനായിട്ട് നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ, അതായത് അധികമൊന്നുമില്ല കേട്ടോ, വീട്ടിൽ ബാലൻസ് മിച്ചം വരുന്ന കഷ്ണങ്ങൾ മാത്രമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് ആ കഷ്ണങ്ങളും വേകാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാണ്. ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാത്തവരുണ്ട്, നമുക്ക് കളറ് വേണമെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് പാകമാവണ വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരാവിക്ക് പോകുന്നുണ്ടോ. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇനി തൈര്. നമ്മൾ നാടൻ തൈരുണ്ടല്ലോ, വീട്ടിൽ കടഞ്ഞുണ്ടാക്കിയ തൈര്, നല്ല ഇച്ചിരി പുളിയുള്ള തൈര് എടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊരു ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. എല്ലായിടത്തും ആവണത് പോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് തേങ്ങയിൽ പച്ചമുളകും പിന്നെ ചെറുള്ളി 2 പിന്നെ കുറച്ച് കരിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നവരുണ്ട്. ഞാൻ നന്നായി പേസ്റ്റ് പോലെ ആക്കിയിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കുന്ന സമയത്ത് സിമ്മയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ട് അതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലേക്ക്